ഓണക്കാലത്ത് കുത്തനെ ഉയർന്ന വെളിച്ചെണ്ണ വിലയിൽ മലയാളികൾ ഒന്നടങ്കം വിറങ്ങലിച്ചിരുന്നു. മറ്റ് വിപണികളിൽ ഉയർന്ന വിലയിൽ വെളിച്ചെണ്ണ വ്യാപാരം നടന്നപ്പോഴും ആശ്വാസമായത് സപ്ലൈകോയുടെ സബ്സിഡിയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും വെളിച്ചെണ്ണ ഉൾപ്പെടെ സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ. നിയമസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. നിയമസഭയിൽ PS സുബാൽ MLAക്ക് നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് 339 രൂപയിൽ നിന്ന് 319 ആയും ശബരി നോൺ സബ്സിഡി 389 രൂപയിൽ നിന്ന് 359 രൂപയായും കേര വെളിച്ചെണ്ണയുടെ വില 429 രൂപയിൽ നിന്നും 419 രൂപയായും കുറയ്ക്കും. തുവരപ്പരിപ്പിന്റെ വില കിലോഗ്രാമിന് 93 രൂപയിൽ നിന്ന് 88 രൂപയായും ചെറുപയറിന്റെ വില 90 രൂപയിൽ നിന്ന് 85 രൂപയായും കുറയ്ക്കും. പുതുക്കിയ നിരക്കുകൾ സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. ഓണക്കാലത്ത് അരിയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഓരോ റേഷൻ കാർഡിനും 20 കിലോഗ്രാം അരി വീതം 25 രൂപ വിലയ്ക്ക് നൽകിയിരുന്നു. ഇത് തുടർന്നും സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി നൽകുന്നുണ്ട് എന്നും മന്ത്രി അറിയിച്ചു. ഓണക്കാലത്ത് ഫലപ്രദമായി വിപണിയിൽ ഇടപെട്ട് അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്താനും വിലക്കയറ്റം നിയന്ത്രിക്കാനും സർക്കാരിന് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. സപ്ലൈകോയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും പ്രതിദിന വിൽപ്പന റെക്കോർഡ് മറികടന്നു. 56.73 ലക്ഷം കാർഡുടമകൾ സാധനങ്ങൾ കൈപ്പറ്റി. 386 കോടി രൂപയുടെ ആകെ വിറ്റുവരവുണ്ടായതിൽ 180 കോടി രൂപയുടെ സബ്സിഡി വിൽപ്പനയിൽ നിന്ന് ആണെന്നും മന്ത്രി അറിയിച്ചു.